ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. 2014 പുറത്തിറങ്ങിയ ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ് എന്ന മൂവിയിൽ ഒരു അറ്റാക്കിൽ ഹീറോയിന് തലയ്ക്ക് അടിപറ്റി അപ്നേഷ്യ എന്ന രോഗം പിടിപെടുന്നു. സോ അവൾക്ക് ഒരു ഡേ നടക്കുന്നത് അടുത്ത ഡേ ഓർമ്മ വരില്ല. എങ്ങനെയാണ് അവൾക്ക് ഈ രോഗം പിടിപെട്ടതെന്നും ആ രോഗം മൂലം അവൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും പറഞ്ഞൊരു മൂവിയാണിത്. കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഹീറോയിൻ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നു. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അടുത്ത് ഒരാൾ കിടക്കുന്നത് കാണുന്നു. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നടക്കുമ്പോൾ അവിടെ ധാരാളം ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നു. അവളുടെ മാരേജ് ഫോട്ടോസും ഹണിമൂൺ ഫോട്ടോസും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ ഞാനാണ് നിന്റെ ഹസ്ബൻഡ് എന്നൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നതും അവൾ കാണുന്നു. അതിനുശേഷം അവൾ വീണ്ടും റൂമിലേക്ക് വരുമ്പോൾ അവളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റ് ബെഡിൽ ഇരിക്കുന്നത് കണ്ട് നീ ആരാണെന്ന് ഹീറോയിൻ അയാളോട് ചോദിക്കുന്നു. ഞാനാണ് നിന്റെ ഹസ്ബൻഡ്, എൻ്റെ പേര് ബെൻ എന്ന് അയാൾ പറയുന്നു. ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും? എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് എന്തു പറ്റിയതാണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്കൊരു രോഗമുണ്ട്. സോ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ നിനക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. നിനക്കിപ്പോൾ 40 വയസ്സായി, ബട്ട് 20 വയസ്സ് പോലെയാണ് നീ പെരുമാറുന്നത്. നിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ചായി എന്നൊക്കെ അയാൾ പറയുന്നു. ശരി, എനിക്ക് എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് അയാൾ പറയുന്നു. എന്തായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അയാൾ പറയുന്നു. അയാൾ ഒരു ആൽബം എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. അതിൽ ധാരാളം ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ അവൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുൻപ് ഞാൻ അടുത്തുള്ള കോളേജിൽ പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്നത് വരെ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് തന്നെയല്ല, ഇന്ന് നമ്മുടെ ആനിവേഴ്സറിയാണ്. സോ നമുക്ക് പുറത്തു പോകണം. ഞാൻ വരുമ്പോഴേക്കും നീ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. അയാൾ പോയതിനു ശേഷം ഹീറോയിൻ ആ വീട് മുഴുവൻ ചുറ്റി നടന്നു നോക്കുന്നു. കാരണം ഇതൊന്നും അവൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവൾ അവിടെ ഒരു റൂമിൽ ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് അവൾ ചെവിയിൽ വയ്ക്കുമ്പോൾ ഞാൻ ഡോക്ടർ ജോൺ ആണ്. ഞാനാണ് നിനക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്ന ഡോക്ടർ. നിനക്കൊരു സ്പെഷ്യൽ രോഗമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ ഉടനടി തന്നെ മറന്നുപോകും. പഴയ കാര്യങ്ങൾ നിനക്ക് ഓർമ്മ വരണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് അത് ചെയ്യണമെന്ന് അയാൾ പറയുന്നു. അതിനുശേഷം നിന്റെ ബെഡ്റൂമിനടുത്ത് ഒരു റൂമുണ്ട്. ആ റൂം ഓപ്പൺ ചെയ്യാൻ അയാൾ പറയുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ ആ റൂം ഓപ്പൺ ചെയ്യുന്നു. അവിടെ കബോർഡിൽ ഒരു ക്യാമറയുണ്ട്. അതെടുത്ത് നീ പ്ലേ ചെയ്ത് നോക്ക്. അപ്പോൾ അതിൽ നിന്നും നിനക്ക് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് അയാൾ പറയുന്നു. ക്യാമറ എടുത്ത് അവൾ അതിലൊരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൽ എൻ്റെ പേര് ക്രിസ്റ്റി, എനിക്ക് 40 വയസ്സായി, എനിക്കൊരു രോഗമുള്ളതിനാൽ ഓരോ ദിനവും നടക്കുന്ന കാര്യങ്ങൾ നൈറ്റ് ഉറങ്ങി എഴുന്നേറ്റാൽ അത് ഞാൻ മറന്നുപോകും എന്നൊക്കെ വീഡിയോയിൽ അവൾ പറയുന്നു. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം ഹീറോയിൻ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൂടെയുള്ളത് അവളുടെ ഡോക്ടറാണെന്ന് പറഞ്ഞ ജോണാണ്. ഞാൻ നിന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കണ്ടത്. അന്ന് നിന്റെ നില വളരെ ക്രിട്ടിക്കലായിരുന്നു. അന്നു മുതലാണ് ഞാൻ നിനക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചത്. ആ സമയത്താണ് നിനക്ക് ഞാനൊരു ക്യാമറ തന്നത്. കാരണം ആ അറ്റാക്കിൽ നിന്റെ തലയ്ക്ക് നല്ല രീതിയിൽ അടിയേറ്റിരുന്നു. അതിൻ്റെ ഫലമായി ഓരോ ഡേ നടക്കുന്ന കാര്യങ്ങളും നീ മറന്നുപോകും. അതുകൊണ്ട് നിന്റെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ നീ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാണ് ആ ക്യാമറ ഞാൻ നിനക്ക് തന്നതെന്ന് ഡോക്ടർ പറയുമ്പോൾ എന്ത് അറ്റാക്കോ? എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഒരു ആക്സിഡൻ്റ് എന്നാണല്ലോ. അതൊന്നും എനിക്കറിയില്ല. നിന്നെ ആരോരുമില്ലാതെ ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അതിനുശേഷം നിന്നെ ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ വെച്ചാണ് ഞാൻ നിന്നെ മീറ്റ് ചെയ്യുന്നതെന്ന് ഡോക്ടർ അവളോട് പറയുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ റിപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ ഒരു ലേഡിയെ ആരോ അടിച്ച് മരിക്കുന്ന സ്റ്റേജിലാക്കി ഉപേക്ഷിച്ചെന്ന ന്യൂസ് റിപ്പോർട്ടും ആ ക്രിട്ടിക്കൽ സ്റ്റേജിലെടുത്ത അവളുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഹസ്ബൻഡ് തന്നോട് കള്ളം പറഞ്ഞതെന്ന് അവൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ബട്ട് നിന്റെ ഹസ്ബൻഡ് നിന്നിൽ നിന്നും എന്തോ മറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അത് കണ്ടുപിടിക്കാനായി ഞാൻ നിന്നെ ചികിത്സിക്കുന്നുണ്ടെന്നും ഈ ക്യാമറ നിനക്ക് തന്നെന്നും ഒരിക്കലും നീ ഹസ്ബൻഡിനോട് പറയരുതെന്ന് ഡോക്ടർ അവളോട് പറയുന്നു. ഞാൻ ഈ കാര്യം അയാളോട് പറഞ്ഞില്ലെങ്കിൽ ഈ ക്യാമറ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ എങ്ങനെ ഓർത്തെടുക്കുമെന്ന് അവൾ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ നിന്റെ ഹസ്ബൻഡ് എന്നും ജോലിക്ക് പോകുന്ന സമയത്തിന് ശേഷം നിന്നെ ഞാൻ കോൾ ചെയ്ത് ക്യാമറ എവിടെയുണ്ടെന്നും അതിന് ഡീറ്റെയിൽസുമെല്ലാം പറഞ്ഞു തരാമെന്ന് ഡോക്ടർ പറയുന്നു.
നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ്റെ ഹസ്ബൻഡ് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ റെസ്റ്റ് റൂമിൽ വന്ന് അവൾ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നു. പെട്ടെന്ന് ഹസ്ബൻഡ് വരുന്ന സൗണ്ട് കേട്ട് അവൾ ബെഡ്റൂമിൽ കയറി ഉറങ്ങുന്നതായി കാണിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ പതിവ് പോലെ തന്നെ അവൾ എല്ലാം മറന്നു പോകുന്നു. ആ ക്യാമറ ചെക്ക് ചെയ്ത് എല്ലാം ഓർത്തെടുത്ത് ആ ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. അവൾ അടികിട്ടി ക്രിട്ടിക്കലായി കിടന്ന സ്ഥലത്തേക്ക് ഡോക്ടർ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സ്ഥലം ഒരു ഹോട്ടലിനടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെയുള്ളവരോട് അവൾ ഡീറ്റെയിൽഡായി കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് അവളുടെ തലയ്ക്ക് മുകളിൽ കൂടി പറന്നു പോകുന്നത് അവൾ കാണുന്നു. സോ അടുത്തെവിടെയോ ഒരു എയർപോർട്ട് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. മേ ബി ഞാൻ ഈ ഹോട്ടലിൽ വന്നതാകാം, ബട്ട് ഞാൻ എന്തിനിവിടെ വരണമെന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വേറെ ആരുടെയെങ്കിലും കൂടെ വന്നതാകാമെന്ന് ഡോക്ടർ പറയുന്നു. എനിക്കൊരു ഹസ്ബൻഡുണ്ട്, സോ ഞാൻ അവനെ വിട്ടിട്ട് മറ്റൊരാളുടെ കൂടെ വരുമോ? ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾക്ക് ടെൻഷൻ കൂടുന്നു. അവൾ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് റൂമിൽ നിൽക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നു. അവർ പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ മനസ്സിൽ മുഖത്ത് മുറിപ്പാടുള്ള ഒരാളെക്കുറിച്ച് ഓർമ്മ വരുന്നു. അതിനുശേഷം അവൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ റൂമിനുള്ളിൽ നിന്നും ശരീരം മുഴുവൻ പരിക്കുമായി അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഡോക്ടർ അവളുടെ ഹെഡ് ഡീറ്റെയിലായി ചെക്ക് ചെയ്യുന്നു. അവളെ ധാരാളം ഫോട്ടോസ് കാണിക്കുന്നു. ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അവളുടെ റിയാക്ഷൻ ഡോക്ടർ നോട്ട് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡോക്ടർ അവളുടെ അടുത്ത് വന്ന് ഞാൻ നിന്നെ പല ഫോട്ടോസും കാണിച്ചു, ബട്ട് ഈ ഫോട്ടോയ്ക്ക് മാത്രമാണ് നിന്നിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടിയതെന്ന് പറഞ്ഞ് ഡോക്ടർ ക്ലെയർ എന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ അവൾക്ക് കൊടുക്കുന്നു. ഹീറോയിനും ആ ഫോട്ടോ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലെയർ ആരാണെന്ന് ഹീറോയിൻ ഹസ്ബൻഡിനോട് ചോദിക്കുന്നു. നിനക്ക് എങ്ങനെ അവളെ ഓർമ്മ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്തോ പെട്ടെന്ന് ആ പേരിൻ്റെ മനസ്സിൽ വന്നതാണെന്ന് അവൾ പറയുന്നു. നീ അവളെക്കുറിച്ച് അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ ഇല്ല, എനിക്ക് അവൾ ആരാണെന്ന് അറിയണമെന്ന് സ്ട്രിക്റ്റായി അവൾ പറയുന്നു. ഇത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ചില ഫോട്ടോസ് അവൾക്ക് കൊടുക്കുന്നു. ആ ഫോട്ടോസിലെല്ലാം ക്ലെയറും ഹീറോയിനും ഒരുമിച്ചിരിക്കുന്നതാണ്. ഇവൾ ആരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, നിനക്ക് ഈ രോഗം വന്നതറിഞ്ഞ് അവൾക്ക് നിന്നോട് സംസാരിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. ഇത് നിന്നോട് പറഞ്ഞാൽ നീ വേദനിക്കുമായിട്ടാണ് ഇതുവരെ ഇവളെക്കുറിച്ച് പറയാതിരുന്നതെന്ന് അയാൾ ഹീറോയിനോട് പറയുന്നു. ബട്ട് അയാൾ പറയുന്നതൊന്നും ഹീറോയിൻ വിശ്വസിക്കുന്നില്ല. ഇവൻ തന്നെ പറ്റിക്കാൻ പറയുന്നതാകുമെന്ന് അവൾക്കൊരു ഡൗട്ട് തോന്നുന്നു. അന്ന് നൈറ്റ് അവൾ ക്യാമറ എടുത്ത് എൻ്റെ ഹസ്ബൻഡിനെ ഒരിക്കലും വിശ്വസിക്കരുത്, അയാൾ ധാരാളം കള്ളങ്ങൾ പറയുന്നയാളാണെന്നും അയാൾ തന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും റെക്കോർഡ് ചെയ്ത് ക്യാമറ ഒളിച്ചു വയ്ക്കുന്നു. കൂടാതെ ക്ലെയറിൻ്റെ ഫോട്ടോസ് അവൾ റൂം ഡോറിൽ സ്റ്റിക്ക് ചെയ്തു വെക്കുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിലും പതിവ് പോലെ ഡോക്ടർ വിളിക്കുന്നു. അവൾ ക്യാമറ തേടി പിടിച്ചെടുത്ത് റെക്കോർഡ് ചെയ്തതൊക്കെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ വീഡിയോയിൽ അവളുടെ പുറകിൽ ധാരാളം ഫോട്ടോസ് ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഫോട്ടോസ് ഒന്നും അവിടെയില്ല. ഇതുകൂടി കാണുമ്പോൾ തൻ്റെ ഹസ്ബൻഡ് തന്നിൽ നിന്നും എന്തോ വലിയ കാര്യം മറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് കൺഫേം ആകുന്നു. അയാൾ ജോലിക്ക് പോയതിനു ശേഷം ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നറിയാൻ അവൾ അവിടെയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. അങ്ങനെ അവൾ വീണ്ടും ക്ലെയറിൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ടുപിടിക്കുന്നു. ആ ഫോട്ടോസ് അവൾ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവൾക്ക് ചില കാര്യങ്ങൾ കൂടി ഓർമ്മ വരുന്നു. ക്ലെയർ ഹീറോയിനെ മീറ്റ് ചെയ്ത് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവൾ പറയുന്നു. അവളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നവൾ എല്ലായിടവും ചെക്ക് ചെയ്യുന്നു. ബട്ട് അവൾക്കത് കാണാൻ കഴിയുന്നില്ല. സോ അവൾ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് അവളുടെ വയർ നോക്കുമ്പോൾ അവൾക്ക് മുൻപ് ഓപ്പറേഷൻ നടന്ന പാടുകൾ അവൾ കാണുന്നു. തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും ബട്ട് അവനിപ്പോൾ തൻ്റെ കൂടെ ഇല്ലെന്നും അവൾ മനസ്സിലാക്കുന്നു. ജോലിക്ക് പോയ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ അവൾ മഴ നനഞ്ഞു നിൽക്കുന്നത് കണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നു. അവൾ ദേഷ്യത്തോടെ നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആ കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുന്നു. നീ അകത്തു വാ, നമുക്ക് സംസാരിക്കാമെന്ന് അയാൾ പറഞ്ഞെങ്കിലും അവൾ അത് കേൾക്കാതെ അയാളോട് ദേഷ്യപ്പെടുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവളെ സമാധാനപ്പെടുത്തി അയാൾ അകത്തു കൊണ്ടുവന്ന് കുഞ്ഞ് മരിച്ച കാര്യങ്ങൾ ഡീറ്റെയിലായി പറയാൻ തുടങ്ങുന്നു. നമ്മുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ അവനൊരു മാരക രോഗമുണ്ടായിരുന്നു. സോ അങ്ങനെ അവൻ 8 വയസ്സായപ്പോൾ മരിച്ചു പോയെന്ന് അയാൾ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് അവൾ ചോദിക്കുന്നു. ഓരോടെയും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി നിന്നെ വിഷമിപ്പിക്കാൻ കഴിയില്ല എനിക്ക്, അതാണ് ഇതൊക്കെ പറയാതിരുന്നതെന്ന് അയാൾ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിനെ ആരോ കൊല്ലാനായി ഓടിക്കുന്നതും ക്രൂവലായി അറ്റാക്ക് ചെയ്യുന്നതായും അവൾ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ ഡോക്ടറിനോട് ഷെയർ ചെയ്യുന്നു. അതൊന്നും സാരമില്ല, നിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ചിലപ്പോൾ നിനക്ക് ഇതൊക്കെ തോന്നുന്നതാകുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ സമാധാനിപ്പിക്കുന്നു. അന്ന് നൈറ്റ് വീണ്ടും അവൾ സ്വപ്നം കാണുന്നു.
ഒരു ഡോറിന്റെ കീ ഹോൾ വഴി അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കുട്ടി പുറത്ത് നിൽക്കുന്നത് കണ്ട് അവൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ആരെയും കാണാൻ കഴിയില്ല. ബട്ട് ഒരു കാർഡിൽ മമ്മി എന്നെഴുതി നിലത്തിട്ടിരിക്കുന്നത് അവൾ കാണുന്നു. ആ കാർഡ് അവൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഒരു പിക്ചർ വരച്ചിട്ട് മൈക്ക് എന്ന് എഴുതിയിരിക്കുന്നതും അവൾ കാണുന്നു. പിന്നെ അവളെ ആരോ ക്രൂവലായി അറ്റാക്ക് ചെയ്യുന്നതും അവൾ സ്വപ്നത്തിൽ കാണുന്നു. ഈ തവണ അറ്റാക്ക് ചെയ്യുന്നയാളുടെ ഫേസ് കാണിക്കുമ്പോൾ അത് ഡോക്ടറാണ്. ഈ കാര്യം അവൾ നേരെ ഡോക്ടറിനോട് പറയുമ്പോൾ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അയാൾ അവളെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണ് മൈക്ക് എന്നെഴുതിയ ID കാർഡ് അയാളുടെ കയ്യിലുള്ളത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്. ആ ID കാർഡ് കാണുമ്പോൾ സ്വപ്നത്തിൽ കണ്ട ഇമേജ് ഒക്കെ അവളുടെ മൈൻഡിലേക്ക് വീണ്ടും വരുന്നു. ആ ഡോക്ടർ അവളെ അറ്റാക്ക് ചെയ്യുന്നത് ഓർമ്മ വന്ന അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ആ ഡോക്ടർ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ മരുന്നെടുത്ത് അവളെ ഇഞ്ചക്ട് ചെയ്യാനായി പുറകെ ഓടുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അവൾ വീണ്ടും ഉറങ്ങി എഴുന്നേൽക്കുന്നതായി കാണിക്കുന്നു. അവൾ പതിവ് പോലെ ഡോക്ടറിനെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ അടിക്കുന്നതായും കൊല്ലാൻ നോക്കുന്നതായും നീ തന്നെ ഇമാജിൻ ചെയ്ത് എന്നോട് ഭയത്തോടെ ഇടപെടുന്നു. സോ ഇനി ഞാൻ നിനക്ക് ട്രീറ്റ്മെന്റ് നൽകിയാൽ ശരിയാകില്ല. അതുകൊണ്ട് വേറൊരു ഡോക്ടറിനെ നിന്നെ പരിചയപ്പെടുത്തി തരാം, നീ അയാളുടെ കീഴിൽ ട്രീറ്റ്മെന്റ് എടുത്തോളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ബട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങൾ തന്നെ ട്രീറ്റ്മെന്റ് തന്നാൽ മതിയെന്ന് അവൾ പറയുന്നു. ഇപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിന്റെ ഹസ്ബൻഡ് നിന്നെ 4 വർഷം മുൻപ് ഡൈവോഴ്സ് ചെയ്തിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി ഒരു ആശ്രമത്തിൽ ചേർത്തിട്ട് പോയതാണെന്നും പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ അയാൾ നിന്റെ കൂടെ വന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ഡോക്ടർ പറയുന്നു. നിന്റെ ഫാമിലിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ അടുത്തിടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ക്ലെയർ എന്നൊരാളുടെ നമ്പർ തരാം, നീ ആ നമ്പറിൽ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആ നമ്പറിൽ അവൾ കോൾ ചെയ്യുമ്പോൾ കോൾ കണക്റ്റ് ആകില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഒരു കോൾ വരുന്നു. അത് ക്ലെയർ ആണ്. അവൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ലെയറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വരുന്നു. ഒരു പബ്ലിക് പ്ലേസിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ബെന്നിനെ കുറിച്ചും ഹീറോയിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ ക്ലെയർ ഡീറ്റെയിൽ ആയി അവളോട് പറയുന്നു. അതുകൂടാതെ ബെൻ എഴുതിയതാണെന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൂടി ക്ലെയർ ഹീറോയിന് കൊടുക്കുന്നു. അവൾ ആ ലെറ്ററുമായി വീട്ടിൽ വന്ന് അത് ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ നിനക്ക് മറവി രോഗമുള്ളതിനാൽ നമ്മുടെ റിലേഷനിൽ ധാരാളം പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഇത് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കാൻ തുടങ്ങിയതിനാലാണ് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തത്. നീ കുറച്ചുനാൾ തനിയെ ജീവിക്കുമ്പോൾ നീ നോർമൽ ആകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഞാൻ നിന്നെ തനിയെ വിട്ടിട്ട് പോയതെന്നും ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ഇത് വായിച്ചതിന് ശേഷം അവൾ ക്യാമറ എടുത്ത് ബെൻ വളരെ നല്ലവനാണ്, ഞാനാണ് വെറുതെ അവനെ സംശയിച്ചതെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ജോലിക്ക് പോയി ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ ആ ക്യാമറ അയാളെ കാണിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഒരു ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെന്നും ആ ഡോക്ടറാണ് തനിക്ക് ക്യാമറ തന്നതെന്നും അവൾ അയാളോട് പറയുമ്പോൾ നീ ഇതൊക്കെ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചതെന്ന് ചോദിക്കുന്നു. ആ ഡോക്ടറാണ് നിങ്ങളോട് ഇപ്പോൾ ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞത്. അത് തന്നെയല്ല, നീ തന്നെയാണോ എൻ്റെ ഹസ്ബൻഡ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ഹീറോയിൻ പറയുമ്പോൾ അയാൾ അവളെ അടിച്ചതിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ക്ലെയറിനെ കോൾ ചെയ്യുന്നു. ബട്ട് കോൾ കണക്റ്റ് ആകില്ല. സോ ക്യാമറ എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ അവൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ലെയർ ഹീറോയിനെ തിരിച്ചു വിളിക്കുന്നു. ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇല്ല, ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം ബെൻ ഒരിക്കലും നിന്നെ അടിക്കില്ല. അവൻ വളരെ നല്ലവനാണ്. അവൻ അത്രയ്ക്കും ക്രൂവലായ ഒരാളല്ല. 4 വർഷം മുൻപ് നിന്നെ വിട്ടിട്ട് പോയ ബെൻ തന്നെയാണോ ഇപ്പോൾ നിന്റെ കൂടെയുള്ളത്? എനിക്കൊരു ഡൗട്ട് തോന്നുന്നു എന്ന് ക്ലെയർ പറയുന്നു. ക്ലെയർ ബെന്നിന്റെ അടയാളങ്ങൾ പറയാൻ തുടങ്ങുന്നു. ബെൻ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്, ബ്ലാക്ക് ഹെയർ ആണ്, അവന്റെ മുഖത്ത് ഒരു മുറിപ്പാടുണ്ട്. ഇതാണ് ബെൻ എന്ന് ക്ലെയർ പറയുമ്പോൾ ഇല്ല, ഇയാൾക്ക് മുഖത്ത് മുറിപ്പാടൊന്നുമില്ല, ഇയാൾക്ക് ബ്രൗൺ ഹെയർ ആണെന്നും ഹീറോയിൻ പറയുന്നു. ഇത് കേട്ട ക്ലെയർ അയാൾ നിന്റെ ഹസ്ബൻഡ് ബെൻ അല്ലെന്ന് പറയുന്നു. ഈ സമയത്ത് പുറത്തേക്ക് പോയ അവളുടെ ഹസ്ബൻഡ് വരുന്ന സൗണ്ട് അവൾ കേൾക്കുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ബെഡ്റൂമിൽ വന്ന് അവിടെ സ്റ്റിക്ക് ചെയ്തിരുന്ന ഫോട്ടോസ് ചെക്ക് ചെയ്യുന്നു. നിന്റെ ഹസ്ബൻഡിന് ബ്ലാക്ക് ഹെയർ ആണ്, അവന്റെ മുഖത്തൊരു മുറിപ്പാടുണ്ട്. സോ ഇപ്പോൾ നിന്റെ കൂടെയുള്ളത് നിന്റെ ഹസ്ബൻഡ് അല്ലെന്ന് ക്ലെയർ വീണ്ടും അവളോട് പറയുന്നു. ഇത് കേട്ട് ഹീറോയിൻ ഷോക്കായി നിൽക്കുന്നു. ആ ഫോട്ടോസ് ഒക്കെ അവൾ വളരെ കെയർഫുള്ളായി ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ആ ഫോട്ടോസ് എല്ലാം ആരോ കട്ട് ചെയ്ത് ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ അവിടെ സ്റ്റിക്ക് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇതൊക്കെ കണ്ട് കൂടെയുള്ളയാൾ അവളുടെ ഹസ്ബൻഡ് അല്ലെന്ന് അവൾക്ക് കൺഫേം ആകുന്നു.
അയാൾ ബെഡ്റൂമിലേക്ക് വരുന്ന സൗണ്ട് കേട്ട് അവൾ പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം ക്ലെയറിനെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നു. എനിക്ക് പേടിയാകുന്നു, സോ നീ പോലീസിനെ കൂട്ടി ഇവിടെ വരണമെന്നവൾ ക്ലെയറിനോട് പറയുമ്പോൾ എനിക്ക് നിന്റെ അഡ്രസ് അറിയില്ലെന്ന് ക്ലെയർ പറയുന്നു. അവൾക്കും ഒന്നും ഓർമ്മയില്ലാത്തതിനാൽ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അവൾ വെളിയിൽ വരുന്നു. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ട്രൈ ചെയ്യുന്നു. ഡോർ എല്ലാം ലോക്ക്ഡ് ആണ്. ബട്ട് ഒരു തരത്തിൽ അവൾ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്കിറങ്ങി ഓടുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അവളുടെ ഹസ്ബൻഡ് അവളെ അടിച്ചു വീഴ്ത്തി വീണ്ടും വീട്ടിലേക്ക് തന്നെ എടുത്തുകൊണ്ടുവരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ പതിവ് പോലെ അവൾ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുന്നു. എപ്പോഴത്തെയും പോലെ അവൾ റെസ്റ്റ് റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാനാണ് നിന്റെ ഹസ്ബൻഡ് ബെൻ, നിനക്ക് ഒരു രോഗമുണ്ട് എന്നൊക്കെ സ്ഥിരം പറയാറുള്ള ഡയലോഗ് അയാൾ പറയുന്നു. അയാൾ ജോലിക്ക് പോയതിനു ശേഷം ഡോക്ടർ കോൾ ചെയ്ത് ക്യാമറ എടുത്ത് നോക്കാൻ പറയുന്നു. അതെടുത്ത് ലാസ്റ്റായി അവൾ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്യുന്നു. വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് വളരെ നല്ലവനാണ് എന്നായിരുന്നല്ലോ അവൾ ലാസ്റ്റായി റെക്കോർഡ് ചെയ്തത്. സോ അവൾക്കൊന്നും ഓർമ്മയില്ലാത്തതിനാൽ ആ വീഡിയോ കണ്ട അയാൾ തൻ്റെ ഹസ്ബൻഡ് ആണെന്നും നല്ലവനാണെന്നും അവൾ വിശ്വസിക്കുന്നു. ഈ സമയം അവളുടെ ഹസ്ബൻഡ് കോൾ ചെയ്ത് ഇന്ന് നൈറ്റ് നമുക്കൊരു ട്രിപ്പ് പോകണം, സോ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായിരിക്കണമെന്ന് അയാൾ പറയുന്നു. അന്ന് നൈറ്റ് അവർ ഒരു ഹോട്ടലിലേക്ക് വരുന്നു. ആ ഹോട്ടലാണ് അവൾ സ്വപ്നത്തിൽ കാണുന്നത്. ബട്ട് അവൾക്കൊന്നും ഓർമ്മയില്ലാത്തതിനാൽ അവൾ ഹോട്ടൽ റൂമിന്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നത് കാണും. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ എല്ലാ കാര്യങ്ങളും അറിയണം. ഇനി എനിക്ക് നിന്റെ മുൻപിൽ അഭിനയിക്കാൻ കഴിയില്ല. നീ ഇവിടെ ഇരുന്ന് ടൈം എടുത്ത് എല്ലാ കാര്യങ്ങളും നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരാൻ നോക്കൂ എന്ന് അയാൾ അവളോട് പറയുന്നു. ഹീറോയിൻ വളരെ സ്ട്രെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ അവളുടെ കൂടെയുള്ള ആളോടൊപ്പം ആ ഹോട്ടൽ റൂമിൽ ഇരുന്നതൊക്കെ അവൾക്ക് തോന്നുന്നു. കൂടാതെ മൈക്ക് എന്ന പേരും ഓർമ്മ വരുന്നു. സോ നീയാണ് മൈക്ക്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബെൻ എവിടെയാണെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഹീറോയിൻ ഓൾറെഡി മാരീഡ് ആണ്. അവളുടെ ഹസ്ബൻഡാണ് ബെൻ. ബട്ട് അവൾക്ക് ഹസ്ബൻഡ് അറിയാതെ മൈക്ക് എന്നൊരാളുമായി റിലേഷൻ ഉണ്ടായിരുന്നു. മൈക്ക് ഹീറോയിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. ഒരു ഡേ ഹീറോയിൻ മൈക്കിനെ മീറ്റ് ചെയ്യാൻ ആ ഹോട്ടൽ റൂമിൽ വരുമ്പോൾ നീ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിന്റെ ഹസ്ബൻഡ് ബെന്നിനോട് പറയണം. അവനെ ഡിവോഴ്സ് ചെയ്ത് നമുക്ക് കല്യാണം കഴിച്ച് ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മൈക്ക് പറഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് ബെന്നിന് കോൾ ചെയ്യുന്നു. ബട്ട് ഹീറോയിൻ ഇത് സമ്മതിക്കില്ല. അതിനാൽ ദേഷ്യം വന്ന മൈക്ക് അവളെ അടിച്ചു മുറിവേൽപ്പിക്കുന്നു. കൂടാതെ ഒരു വൈൻ ബോട്ടിലെടുത്ത് അവളുടെ തലയ്ക്കടിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്യുന്നു. അതിനുശേഷം കുറെ വർഷങ്ങൾ മൈക്ക് വെയിറ്റ് ചെയ്ത് അവളെ തിരഞ്ഞു കണ്ടുപിടിക്കുമ്പോൾ അവൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് ഒരു ആശ്രമത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് അവളുടെ ഹസ്ബൻഡ് ബെന്നാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മൈക്ക് അവളെ തടയാൻ ശ്രമിക്കുന്നു. ബട്ട് അവൾ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും നീ എന്നെ ഒരു മൃഗമാക്കരുതെന്ന് പറഞ്ഞ് മൈക്ക് അവളെ അടിച്ച് ചെയറിൽ കൊണ്ടുവന്നിരുത്തുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിന്നോടുള്ള സ്നേഹമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ് അയാൾ അവളുടെ ക്യാമറ എടുത്ത് അതിലുണ്ടായിരുന്ന ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് മൈക്കാണ്, അവൻ വളരെ നല്ലവനാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാനായി അവൻ അവളെ കമ്പൽ ചെയ്യുന്നു. കാരണം ഇന്ന് നൈറ്റ് ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ അവൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കില്ല. പിന്നെ അവൾ ക്യാമറ എടുത്ത് നോക്കിയാലും ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ കണ്ട് അവൾ അത് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കും. ഇതാണ് മൈക്കിന്റെ പ്ലാൻ. അവൾ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവന് ദേഷ്യം കൂടുന്നു. ഇപ്പോൾ നീ തനിച്ചാണ്. നിന്റെ ഹസ്ബൻഡ് ബെൻ നിന്നെ ഉപേക്ഷിച്ചതാണ്. നിന്റെ മകനും ഹസ്ബൻഡും ഇപ്പോൾ നിന്നെ മറന്നു കാണും. സോ ഇനിയുള്ള കാലം നീ എൻ്റെ വൈഫായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് മൈക്ക് പറയുമ്പോൾ എൻ്റെ മകനോ? എൻ്റെ മകൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന മൈക്ക് അവളെ വീണ്ടും അടിക്കുന്നു. അവൾ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അവൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നു. എന്നിരുന്നാലും ഹീറോയിൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ വളരെ ക്രൂരമായ രീതിയിൽ അവളെ അടിച്ചു വീഴ്ത്തുന്നു. ഈ സമയത്താണ് നിലത്തൊരു അയൺ ബോക്സ് കിടക്കുന്നത് അവൾ കാണുന്നത്. അവൾ ആ അയൺ ബോക്സ് എടുത്ത് അവന് തലക്കിട്ടടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫയർ അലാം അവൾ പ്രസ് ചെയ്ത് ഓൺ ആക്കിയിട്ട് അവൾ വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ആ ഹോട്ടലിലേക്ക് പോലീസ് എത്തുന്നു. ഹീറോയിൻ ആ ക്യാമറ എടുത്ത് എൻ്റെ പേര് ക്രിസ്റ്റി, എനിക്ക് 40 വയസ്സായി, എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കൊരു ഹസ്ബൻഡും മകനുമുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബെൻ എന്നാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അവളൊരു ഹോസ്പിറ്റലിലാണ്. കൂടെ അവളുടെ ഡോക്ടറാണെന്ന് പറഞ്ഞ ജോണുമുണ്ട്. നീ ഇനി ഭയപ്പെടേണ്ട, നിന്നെ ടോർച്ചർ ചെയ്ത് ഇത്രയും കാലം നിന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിരുന്ന മൈക്കിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഡോക്ടർ ജോൺ ഹീറോയിനോട് പറയുന്നു. അത് തന്നെയല്ല, നിന്റെ ഫാമിലി നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. അവളെ കാണാനായി അവളുടെ ഹസ്ബൻഡ് ബെൻ അങ്ങോട്ട് വരുന്നു.
ഞാൻ നിന്നെ ഉപേക്ഷിച്ചത് നമ്മുടെ മകന് വേണ്ടിയിട്ടാണ്. അവനെ ഞാൻ ഇത്രയും നാൾ നല്ല രീതിയിലാണ് വളർത്തിയത്. അവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ മകനെ അങ്ങോട്ട് വിളിക്കുന്നു. പല വർഷങ്ങളായി പിരിഞ്ഞിരുന്ന ഹീറോയിനും അവളുടെ ഫാമിലിയും ഒന്നാകുന്നു. ഇതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. ഈ മൂവി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മറ്റൊരു മൂവിയുടെ സ്റ്റോറിയുമായി ഞാൻ വരാം. അപ്പോൾ ടാറ്റാ.